ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ആദ്യം ലാമിനേറിയ എന്ന് പറയുന്ന ആൽഗിനെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. ലാമിനേറിയ ഗോയിറ്റർ, ബ്ലഡ് പ്രഷർ പോലുള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവരുടെ അയഡിൻ പൊട്ടാഷ്യം കണ്ടന്റ്, ലാമിനേറിയയിലുള്ള അയഡിൻ പൊട്ടാഷ്യം കണ്ടന്റ് ഗോയിറ്റർ, ബ്ലഡ് പ്രഷർ പോലുള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സർഗാസവും ലാമിനേറിയയും സർക്കോമ, ല്യൂക്കീമിയ പോലുള്ള രോഗങ്ങളുടെ സ്പ്രെഡിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ലാമിനേറിയ അബോർഷൻ, പൾമണറി ട്യൂബർകുലോസിസ് പോലുള്ള രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിനും അബോർഷനും വേണ്ടിയിട്ട് ലാമിനേറിയ ഓഫനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നത് കെരാജീനിൻ എന്ന് പറയുന്ന ആൽഗിനെ കുറിച്ചാണ്. പെപ്റ്റിക് അൾസേഴ്സ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് കെരാജീനിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് കൊയാഗുലന്റ് ആയിട്ടും കെരാജീനിൻ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്ന അൾവ ക്യാൻ ബി യൂസ് ടു ട്രീറ്റ് ഗോയിറ്റർ, ഫീവർ, പെയിൻ, ഫീവർ പോലുള്ള രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ട് അൾവ യൂസ് ചെയ്യുന്നുണ്ട്. അൾവ, ലാക്ട്യൂസ ആൻഡ് ഹിപ്നിയ മ്യൂസിഫോമിസ് ഇവ രണ്ടുമാണ് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു മെഡിസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെപ്പാരിൻ ഹാർട്ട് അറ്റാക്സ് പോലുള്ള ഡിസീസുകളുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നൊരു മെഡിക്കേഷനാണ്. അപ്പോൾ ഹെപ്പാരിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അൾവ, ലാക്ട്യൂസ, ഹിപ്നിയ മ്യൂസിഫോമിസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് കോഡിയം ആൻഡ് അസെറ്റിലാബുലേറിയ. കോഡിയവും അസെറ്റിലാബുലേറിയയും യൂറിനറി ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കോഡിയം ആൻഡ് അസെറ്റിലാബുലേറിയ. പിന്നെ സർഗാസം, ഇൻഫ്ലമേഷൻ. ഓക്കെ സർ. കോഡിയം ആണിത്. ഞാൻ പറയുന്ന പിക്ചറും കൂടെ എടുത്തില്ല, എന്നിട്ട് പറഞ്ഞാണ് നിർത്തി പറയാം. ഓക്കെ സർ. അസെറ്റബുലേറിയ പറഞ്ഞോ, നമ്മളോട് പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ്. Codium and acetylabularia are used to treat urinary diseases. And ulcer. അടുത്തത് സർഗാസം. സർഗാസം ഇൻഫ്ലമേഷനും ഫീവറിന് വേണ്ടിയിട്ടും ഫീവറിന് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് സർഗാസം. പിന്നെ ഗ്രാസിലേറിയ. ഗ്രാസിലേറിയ യൂറിനറി ഡിസീസസിനും അൾസറിനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോർഫൈറ, ബ്രോൺകൈറ്റിസ്, കഫ് പോലുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോർഫൈറ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് അഗർ. മറ്റേ ഇതാണ്, അത് ആൽഗയല്ല, ആൽഗൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതെ, ആൽഗൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അത് പിൽസിന്, ഓയിന്റ്മെന്റ്സിനെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് ചെലീഡിയം കാർട്ടിലേജിനിയം. ജലീഡിയം കാർട്ടിലേജിനിയം ലങ് ഡിസീസ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ളത് ജൈഗാർട്ടിന. ജൈഗാർട്ടിന ഡയേറിയ, ഡിസെൻട്രി, ഇൻഫ്ലമേഷൻ പോലുള്ള രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിനും ആന്റി കൊയാഗുലന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് എഫക്റ്റ് ഉള്ള ഇതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ജൈഗാർട്ടിന യൂസ് ചെയ്യുന്നത്.
പിന്നെ ഹിപ്നിയ. ഹിപ്നിയ ഹോമിയോപ്പതിയിലാണ്, സോറി, ഹിപ്നിയ സ്റ്റൊമക് ട്രബിൾസിന് ക്യൂർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഫ്യൂക്കസ് വിസ്കുലോസിസ്. ഫ്യൂക്കസ് വെസിക്കുലോസിസ് ആണ് ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യുന്നത്. ഗോയിറ്റർ, ഒബ്സിറ്റി പോലുള്ള രോഗങ്ങളെ ക്യൂർ ചെയ്യാനായിട്ട് ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യുന്ന ഒരു അതിയാണ് ഫ്യൂക്കസ് വെസിക്കുലോസിസ്. അടുത്തത് സ്പൈറൂലിന. സ്പൈറൂലിന നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. സിംഗിൾ സെൽ പ്രോട്ടീന്റെ കേസിൽ ടാബ്ലറ്റ് ആയിട്ടൊക്കെ പറഞ്ഞതാണ്. അതെ, ടുബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കാണപ്പെട്ടു വരുന്ന ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്പൈറൂലിനയുടെ ഡ്രൈഡ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ക്ലോറല്ലയാണ്. അത് ക്ലോറല്ല എന്ന് പറയുന്നത് ക്ലോറല്ലയിൽ നിന്നാണ് ക്ലോറല്ലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പിന്നെ ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആയ ഓസ്ലേറ്റോറിയ പ്രിൻസെപ്സ്, ലിംഗ്വിയ മജിസ്യൂൾ, എൻഡറോമോർഫ പ്രോലിഫറ, ഹൈഡ്രോഡിക്റ്റിയോൺ റെറ്റിക്കുലേറ്റ്, ഇവർക്കൊക്കെ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ടെക്സ്റ്റ് മാത്രമല്ലാതെ ഓരോന്നും വേർഡ് ബൈ വേർഡ് റെഫർ ചെയ്തിട്ടാണ് എടുത്തത്. നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഇതാണ് ഓക്സിലേറ്റോറിയ. നമ്മൾ ഇന്നലെ സൈനോഫൈസിൽ നമ്പറാണ് ഓക്സിലേറ്റോറിയ. ഞാൻ പറഞ്ഞത് നോസ്റ്റോക്കിന്റെ കേസിൽ ഹെട്രോസിസ്റ്റ് ഉണ്ട്. ഹെട്രോസിസിലാണ് നൈട്രോജൻ ഫിക്സേഷൻ നടക്കുക. ഓക്സിലേറ്റോറിയം നൈട്രോജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സൈനോഫൈസിനാണ്. ബട്ട് ഹെട്രോസിസ്റ്റ് ആബ്സെന്റ് ആണ്. ഹെട്രോസിസ്റ്റ് ഇല്ല. ഇതാണ് ഓക്സിലേറ്റോറിയം. പിന്നെ അവസാനം പറയുന്നത് ലിംഗ്വിയ. ഒരു MSc നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്സിലേറ്റോറിയം പോലെ ഇരിക്കും, പക്ഷെ ഈ ലിംഗ്വിയയുടെ കേസിൽ ഇങ്ങനെ ഒരു പുറത്ത് നിന്ന് വെള്ള പോലെ ഒരു കോട്ടിംഗ് ഉണ്ട്. ലിംഗ്വിയ അതുപോലെ തന്നെ എൻഡോമോർഫ. ഇതാണ് എൻഡോമോർഫ. അതിനെ പോലെയൊക്കെ തന്നെ ഒരു പാരനീവാദി സൈഡ് ആയിരിക്കും എൻഡോമോർഫ. പിന്നെ ഹൈഡ്രോഡിക്റ്റിയം. റെറ്റിക്കുലേറ്റഡ് സ്പീഷീസ് ആണ്. ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ്. ഹൈഡ്രോഡിക്റ്റിയം വെള്ളത്തിലാണ് കാണുന്നത്. അപ്പം എയർ സ്പേസസ് ഒക്കെ കാണുന്നുണ്ട്, ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. അപ്പൊ ഇത്രയുമാണ് ഓക്സിലേറ്റോറിയ, പ്രിൻസെപ്സ്, ലിംഗ്വിയ, എൻഡോമോർഫ, ഹൈഡ്രോഡിക്റ്റിയറിൽ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നമ്മള് ഇപ്പം ഫുഡ് മാത്രമല്ല ഒരുപാട് മെഡിസിൻ പ്രോപ്പർട്ടീസ് വരെ ആൽഗയിൽ ഉണ്ട്. അൽവ നമ്മൾ ആക്ച്വലി അഭിരാം പറഞ്ഞിരുന്നു, ഇവിടെയും പറഞ്ഞിരുന്നു അല്ലെ. ഹെപ്പാരിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സർഗാസം, ലാമിനാരിയ, കുറെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസുകളാണ്. ഓക്കെ. പിന്നെ ക്ലോറല്ല, സ്പിരുലിന, കുറെ എക്സാമ്പിൾസ് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. സ്പിരുലിന സിംഗിൾ സെൽ പ്രോട്ടീൻ ആണ്, ഫുഡ് ആയിട്ടാണ് അല്ലെ. ആന്റി മെഡിസിൻ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ക്ലോറല്ല, അതും റിപ്പീറ്റഡ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസും വെച്ചിട്ട് ആ ഡിസീസ് എഴുതിയിട്ട് പഠിച്ചാൽ മതി. എസ് ആയിട്ട് ഇതിനകത്ത് ചോദിക്കുകയുള്ളൂ. സാധാരണ രീതിയിൽ ആൽഗി, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗി ആണ് ചോദിക്കാറ്. അപ്പൊ ആൻസർ നന്നായിട്ട് എടുക്കും. അടുത്ത ആളാണ് സാറ് ബിജോ സ്റ്റീഫൻ. ഇത് വോളിബോളിന്റെ മാച്ച് ഉണ്ടെന്ന് അവിടെ പോയിക്കോ. ഓക്കെ, അടുത്ത ആള് സർ. അതെ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കാണാവോ? കാണാം. Good morning all. My topic is eutrophication, algal bloom.
So eutrophication is a process by which excessive growth of algae occurs due to the release of nutrients, including nitrate and phosphate in water bodies in larger quantities. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഹ്യൂമൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ കാരണമാണ് ന്യൂട്രിയൻസ് ഒക്കെ വെള്ളത്തിൽ ഡെപ്പോസിറ്റഡ് ആവുന്നത്. അപ്പൊ ഈ ഫാമേഴ്സ് ഒക്കെ നമ്മുടെ അവരുടെ ഫീൽഡിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അണ്ടർഗ്രൗണ്ട് വാട്ടർ വഴിയൊക്കെ ഒഴുകി അടുത്തുള്ള റിവേഴ്സിലും പോൺസിലും ഒക്കെ ചെന്ന് ഡെപ്പോസിറ്റഡ് ആവും. അപ്പൊ ഈ റിവേഴ്സിലൊക്കെ ഈ ന്യൂട്രിയൻസിന്റെ സാന്നിധ്യം കാരണം ആൽഗയും അക്വാട്ടിക് പ്ലാന്റ്സും ഒക്കെ പെട്ടെന്ന് ഗ്രോ ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്ത് അവരിങ്ങനെ ബ്ലൂംസ് ആയിട്ട് ഗ്രീൻ കളേർഡ് ബ്ലൂം കാണപ്പെടുന്നു. ഈ ഫോട്ടോയിൽ കാണാവുന്ന പോലെ ഗ്രീൻ കളേർഡ് ബ്ലൂംസ് ആയിട്ട് കാണപ്പെടുന്നു. ഈ ആൽഗൽ ബ്ലൂംസും ഇത് മൊത്തം അബ്സോർബ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ താഴെയുള്ള അക്വാട്ടിക് പ്ലാന്റ്സിനും ആൽഗയ്ക്കും ഇത് കിട്ടാതെ വരുമ്പോഴത്തേക്കും അവരെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നു. അങ്ങനെ വാട്ടറിൽ ഓക്സിജന്റെ ലെവല് കുറയുന്നു. അപ്പൊ ഈ ഡെഡ് ആയിട്ടുള്ള ആൽഗേനെയും പ്ലാന്റ്സിനെയും ഒക്കെ ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഇവർ ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ മൊത്തം ഉപയോഗിച്ചാണ് ഈ ബാക്ടീരിയ ഈ പ്ലാന്റ്സിനെയും ആൽഗേനെയും ഒക്കെ ഡീകമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിലുള്ള ഓക്സിജന്റെ ലെവല് മൊത്തം തീരുന്നു. അങ്ങനെ വാട്ടർ അനോക്സിക് ആവുന്നു. അനോക്സിക് എന്ന് പറഞ്ഞാൽ വാട്ടർ വിത്തൗട്ട് ഓക്സിജൻ ഇസ് കോൾഡ് അനോക്സിക്. അങ്ങനെ അനോക്സിക് ആയി കഴിയുമ്പോൾ വാട്ടറിലുള്ള നോൺ ബാക്ടീരിയൽ ലൈഫ്, അതായത് ഇൻക്ലൂഡിങ് ഓൾ ഫിഷസും മറ്റുള്ള ആനിമൽസും എല്ലാം ഡെഡ് ആയി പോകുന്നു. സർ കഴിഞ്ഞോ? കഴിഞ്ഞു. അദ്ദേഹം നന്നായിട്ട് എടുത്തോളൂ, നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്ത് നല്ലൊരു ടീച്ചിങ് ആസ്പെക്ട് കാണുന്നുണ്ട്. ലൈക്ക് ആൽഗൽ ബ്ലൂം ഇപ്പൊ ദേവന് നന്നായിട്ട് വിത്ത് പിക്ചർ വെച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത് അല്ലെ. ഇപ്പം ഈ വെള്ളം ഈ പച്ചകളും കെട്ടിക്കിടന്നത് BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ നമുക്ക് വേണ്ട അക്വാറ്റിക് ലൈഫിന് ഭയങ്കര ത്രെറ്റ് ഉണ്ടാണ് ഈ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഹാർംഫുൾ ഇഫക്റ്റ് ആണ്. നമ്മൾ ഇത്രയും എക്കണോമിക് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹാർംഫുൾ ഇഫക്റ്റ് ആണ്. ആക്ച്വലി ആൽഗൽ ബ്ലൂം ഉണ്ടാവുന്നത് ഈ വെള്ളത്തിൽ എക്സസ് ഫോസ്ഫേറ്റ് കണ്ടന്റ് വരുമ്പോഴാണ് ആൽഗ ഒരുപാട് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഈ അവസാനം പറഞ്ഞ പോയിന്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അത് ദേവൻ നന്നായിട്ട് പറഞ്ഞത് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. ഈ വെള്ളത്തിൽ ഈ ആൽഗയും മറ്റ് പ്ലാന്റ്സ് ഒക്കെ ഡെഡ് ആവുമ്പോഴത്തേക്കും മറ്റേ ഡീകമ്പോസ് ചെയ്യും അല്ലെ. ഡീകമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓക്സിജൻ, ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ എല്ലാം വലിച്ചെടുത്തിട്ടാണ് ഡീകമ്പോസിഷൻ പ്രോസസ് നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഓക്സിജന്റെ എമൗണ്ട് വെള്ളത്തിൽ ഭയങ്കരമായിട്ടും കുറയും. സോ അക്വാറ്റിക് ലൈഫിൽ ലൈക്ക് ഫിഷസ് ആണെങ്കിലും നമുക്ക് വേണ്ട എക്കണോമിക്കലി വേണ്ട പ്ലാന്റ്സസ് ഒക്കെ ആണെങ്കിൽ അക്വാറ്റിക് പ്ലാന്റ്സിനൊക്കെ ലൈഫിൽ ഭയങ്കര ത്രെറ്റനാണ്. ഓക്കെ, ഇപ്പൊ പ്രൊജക്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൽഗൽ ബ്ലൂം. ഓക്കെ, ഇപ്പം ഒരുപാട് സ്ഥലത്ത് കാണാറുള്ളൊരു ഇതും കൂടിയാണ് ആൽഗൽ ബ്ലൂം. ഭയങ്കര സീരിയസ് ആണ് ആൽഗൽ ബ്ലൂം. ദേവൻ നന്നായിട്ട് എടുത്തു. ഓക്കെ, സോ നെക്സ്റ്റ് ആരാണ്? കഴിഞ്ഞോ? ഹരികൃഷ്ണൻ പറഞ്ഞോ. എന്റെ ടോപ്പിക്ക് ഹാർംഫുൾ ആൽഗൽ ബ്ലൂംസ്. ആൽഗൽ ബ്ലൂംസ് എന്ന് വെച്ചാൽ ഡയറ്റംസിലെ ചില ഗ്രീൻ ആൽഗകളും വേഗത്തിൽ വൻതോതിൽ പെരുകുകയും മഴക്കാലത്തും വസന്തകാലത്തും കുളങ്ങൾ, തടാകങ്ങൾ അല്ലെങ്കിൽ ജലസംഭരണി എന്നിവയുടെ ഉപരിതല ജലത്തിൽ വ്യാപകമായി വ്യാപിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഉപരിതല ജലത്തിന് മഞ്ഞയും പച്ചയും കലർന്ന നിറങ്ങൾ നൽകുന്ന ആൽഗകളുടെ അത്തരം വിഭജനത്തെ ആൽഗൽ ബ്ലൂംസ് എന്ന് വിളിക്കുന്നു. വെള്ളത്തിലെ ഫോസ്ഫേറ്റുകളും അമിതമായ സാന്ദ്രതയിൽ നിന്നാണ് സാധാരണയായി ആൽഗകൾ പൂക്കുന്നത്. ഫ്ലോട്ടിംഗ് ആൽഗൽ മാറ്റ് അല്ലെങ്കിൽ സ്കം എയറും വാട്ടറും തമ്മിലുള്ള വാതക വിനിമയത്തെ തടയുന്നു. ഇത് ജലത്തിൽ ഹൈപ്പോക്സി അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇത് പ്രകാശത്തിന്റെ നുഴഞ്ഞുകയറ്റത്തെ തടയുകയും ഫുഡ് വെബിലെ മറ്റ് പ്രധാന ആൽഗകളെ കൊല്ലുകയും ചെയ്യുന്നു. ഫിഷ്, ബേഡ്സ്, മാമൽസ് ആൽഗൽ വിഷവസ്തുക്കൾ കഴിച്ച് ജീവികളെ ഭക്ഷിച്ച് പലപ്പോഴും മരണത്തിന് കീഴടങ്ങുന്നു. പ്രകൃതിദത്തമായ വിഷവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ മറ്റ് ജീവജാലങ്ങൾ പ്രതികൂല സ്വാധീനം ചെലുത്തുന്ന ഒരു ആൽഗൽ ബ്ലൂമിനെ ഹാർംഫുൾ ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുന്നു. ഇതിന്റെ എക്സാമ്പിൾ റെഡ് ടൈഡ്സ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോബാക്ടീരിയ, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ.
അത്രേ ഉള്ളൂ. എക്സാമ്പിൾസ് ഒന്നുകൂടെ പറയാമോ ഹരി? ഹരി എക്സാമ്പിൾസ് ഒന്നുകൂടെ പറയാമോ? റെഡ് ടൈറ്റ്സ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോബാക്ടീരിയ. സ്പെസിഫിക്കലി പറയുന്നുണ്ടോ? ഇന്നത് ബ്ലൂ ഗ്രീൻ ആൽഗിനെ കുറിച്ച്. ഓക്കെ ഓക്കെ. സാനിറ്റൈസിങ് മെമ്പേഴ്സുകൾ സ്പെസിഫിക്കലി ഇല്ലപ്പം ഈ ബ്ലൂ ഗ്രീൻ ആൽഗയൊക്കെ പെട്ടെന്ന് വരുന്ന സാധനമാണ്. ഈ മഴയൊക്കെ പെയ്ത് ജസ്റ്റ് കഴിയുന്ന പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന, മഴ കുറച്ച് വെയിലും കൂടെ കഴിയുമ്പോഴത്തേക്ക്, മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും അടിയിൽ ഇരുന്ന് നിൽക്കും, പുല്ലിന്റെ ഒക്കെ അടിയിൽ. വെയിലും കൂടെ വരുമ്പോഴത്തേക്കും മുകളിലേക്ക് പൊങ്ങി വരും. ഓക്കെ, അപ്പൊ ഈ ആൽഗൽ ബ്ലൂ കണ്ടോ? ഇത് നോക്കി, ഇങ്ങനെ കെട്ടി കെട്ടി കിടക്കുകയാണ് ആൽഗൽ ബ്ലൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഹൈപ്പോക്സി കണ്ടീഷൻ വരും. ഹൈപ്പോക്സി കണ്ടീഷൻ എന്ന് വെച്ചാൽ ഓക്സിജന്റെ കണ്ടീഷൻ ലെവൽ ഭയങ്കരമായിട്ട് കുറയും. അപ്പം ഈ ലൈറ്റിന് ഇതിന്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അക്വാറ്റിക് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസത്തിന് ഭയങ്കര ത്രെറ്റ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഈവൻ ഫിഷസ് ആണെങ്കിലും ഈ ടോക്സിൻസ് എല്ലാം ഇങ്ങനെ സെക്രീറ്റ് ചെയ്ത് വെള്ളത്തിൽ, ഇതിന് സെക്രീറ്റ് ചെയ്യുന്ന ടോക്സിൻസ് എല്ലാം വെള്ളത്തിൽ വന്ന് ഫിഷസ്, ബേർഡ്സ്, ഇവൻ മാമൽസിന് പോലും ഡെത്ത് ഉണ്ടാക്കാവുന്ന രീതിയിൽ ആൽഗൽ ടോക്സിൻസ് ഇങ്ങനെ അടിഞ്ഞു വരും. ഓക്കെ, അപ്പം ഹരി നന്നായിട്ട് എടുത്തു, ലൈക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് എടുത്തു. ഓക്കെ, ഹരിയുടെ പേര് അടുത്ത തീർന്നോ? ഹരി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കുക. ഓക്കെ, റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ആരാ? തീർന്നോ? ജീവനുണ്ട്, ജീവൻ എടുത്തോ, ജീവൻ എടുത്തോ. എന്റെ ടോപ്പിക്ക് ആൽഗെ ന്യൂറോടോക്സിൻ ആണ്. ഈ സിലൻഡ്രോസ്പെർമോഫില്ല എന്ന് പറയുന്നത് ഒരു സൈനോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടറായ സൈനോബാക്ടീരിയ ആണ്. ഈ സിലൻഡ്രോസ്പെർമോഫിനെ നമുക്ക് CY എന്ന് അല്ലെങ്കിൽ CYL എന്ന് പറയാം. ഈ CYN എന്ന് പറയുന്ന ഒരു പോളിസാക്രിക് യുറേസിൽ ഡെറിവേറ്റീവ് ആണ്. അതില് സൾഫേറ്റ് ഗ്രൂപ്പും അതുപോലെ ഗ്യുനാഡിനോയിൻ ഗ്രൂപ്പ്സും അടങ്ങിയിട്ടുണ്ട്, കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ലിവറിന്റെയും കിഡ്നി ടിഷ്യൂവും ടോക്സിക് എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പറഞ്ഞോ, നന്നായിട്ട് പറഞ്ഞോ. കഴിഞ്ഞോ? ഹലോ, ജീവ കേൾക്കാവോ? എന്റെ നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാനിപ്പം കേൾക്കുന്നുള്ളൂ. ന്യൂറോടോക്സിൻസ് പറഞ്ഞോ? ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? സിലിൻഡോസ്പെർമോസ അല്ലെ? ഒന്നുകൂടെ പറഞ്ഞത്. ഓക്കെ, അപ്പം എക്സാമിനേഷൻ സിലിൻഡോസ്പെർമോസ. ജീവനെ ഞാൻ കേട്ടില്ല, നന്നായിട്ട് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തീർന്നില്ലേ? ഒന്നും എടുക്കാം.
സയനോബാക്ടീരിയയാണ്. ഈ സീലൻഡ്രോസ്പെർമോഫിനെ CYN അല്ലെങ്കിൽ CYL ആയിട്ട് പറയാം. ഈ CYN എന്ന് പറയുന്നത് പോളിസൈക്ലിക് യുറൈസിൽ ഡെറിവേറ്റീവ് ആണ്. അതില് ഗുണാഡിനോ അതുപോലെ സൾഫേറ്റ് ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ട്. ഈ ടോക്സിക് എന്ന് പറയുന്നത് ലിവറിന്റെയും കിഡ്നി ടിഷ്യൂവിനും ഇത് ടോക്സിക് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിനും ഇൻഹിബിറ്റ് ആണ്. മറയുമായിട്ടുള്ള ഡൈനോപ്ലജക്റ്റ് ആയിട്ടുള്ള ഗൊണിയാഡക്സും ജിംനോഡിയവും ഹൈ മോളിക്കുലർ വെയിറ്റ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂറോടോക്സിന് ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതില് റെപ്റ്റൈൽസിനും അതുപോലെ തന്നെ അക്വാട്ടിക് ആനിമൽസിന്റെ ഡെത്തിനും കാരണമാകുന്നു. ഓക്കെ ഓക്കെ. ന്യൂറോടോക്സിൻ എന്ന് വെച്ചാൽ അറിയാലോ അല്ലെ? നിങ്ങൾ ഈ സ്നേക്സിനെ കുറിച്ച് പഠിച്ചായിരുന്നോ ഏതെങ്കിലും സെമിസ്റ്ററിൽ സുവോളജിയിൽ? ഹീമോടോക്സിൻ ആൻഡ് ന്യൂറോടോക്സിൻ, ഹാർട്ടിലേക്ക് എഫക്ട് ചെയ്യുന്ന ടോക്സിൻസ് ആണ് ഹീമോടോക്സിൻ. ഡയറക്റ്റ് ബ്രെയിനിലേക്ക് വരുന്നതാണ് ന്യൂറോടോക്സിൻസ്. അപ്പൊ ആൽഗയിൽ ചില ആൽഗയൊക്കെ ഡയറക്ട്ലി ന്യൂറോടോക്സിൻ ഡെത്ത് വരെ കോസ് ചെയ്യുന്ന ആൽഗേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ജീവ പറഞ്ഞത്. എക്സാമ്പിൾസ് നോക്കി പറയാം. അപ്പൊ ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് ടോക്സിക് ആൽഗെ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പം ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ അബൌട്ട് ടോക്സിക് ആൽഗെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആൽഗൽ ബ്ലൂം ഈ ന്യൂറോടോക്സിൻ ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. പിന്നെ എല്ലാവരും തീർന്നല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ? സാരെങ്കിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് എടുക്കാനുള്ള? ഹരികൃഷ്ണ എടുത്തു, ദേവനന്ദ എടുത്തു, ബിജോ അവിടെ പോയിക്കോണം, ആൻസി, അഭിരാം, ജീവ എല്ലാവരും എടുത്തല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോളൂ. നമ്മൾ ഇന്ന് 4 o'clock ക്ലോറോഫൈറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കുന്നതായിരിക്കും. ഓക്കെ, ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. ഒരു 45 minutes ഉണ്ടാവത്തുള്ളൂ. അപ്പം നിങ്ങൾ അറ്റൻഡൻസ് ഞാൻ എടുക്കട്ടെ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ പോകും. ഓക്കെ അപ്പം എല്ലാവരും നിങ്ങൾ വർക്കൊക്കെ ചെയ്തോളൂ. പഠിത്തം അതുപോലെ കൊണ്ടുപോകണം. നമുക്ക് ടൈം കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പം താങ്ക് യു. 4 മണിക്ക് കാണാവേ. ഇപ്പം അടുത്ത നിങ്ങൾക്ക് 3rd yearsന് അടുത്ത വേറെ ക്ലാസ് ഉണ്ട് 11 o'clock. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പൊക്കോ. താങ്ക് യു. വേറെ ക്ലാസ്